നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടു. എന്നാലും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല. ജാവേദ്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച മുതൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ചവിട്ടുനാടകം വരെയും സംഭവബഹുലമായിരുന്നു. നിലവിൽ രാഹുൽ ഗാന്ധിയോ വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ച കൊടും ക്രൂരതയും. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും LDFും UDFും കിടന്ന് എട്ടിന്റെ പണികളാണ് വാങ്ങിക്കുന്നത്. പണികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. തൃശ്ശൂരിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ? തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതെല്ലാവർക്കും അറിയാമെങ്കിലും തൃശ്ശൂർ തങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതും വലതും മുന്നണികൾ. എന്നാൽ ആ മനക്കോട്ടയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തന്നെ. വലിയൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സകല വോട്ടുകളും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നും പറയുന്നു. അതായത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ നാട്ടികയിലും ഗുരുവായൂരിലുമാണ് വോട്ടുകളെല്ലാം തന്നെ BJPയിലേക്ക് ചോർന്നതായി കെ മുരളീധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചു തരികയാണ് തൃശ്ശൂർ BJPക്ക് സ്വന്തമാണെന്ന്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യം. എന്നാൽ CPMന്റെ മാത്രമല്ല UDFന്റെയും വോട്ടുകൾ വൻതോതിൽ ചോർന്നിട്ടുണ്ട് എന്നുള്ള വിവരം ആശാൻ അറിഞ്ഞില്ലേ, അതോ അറിഞ്ഞതായി ഭാവിക്കാത്തതാണോ? എന്തായാലും ഭാഗ്യം വൈകിയാണെങ്കിലും ആ സത്യം കെ മുരളീധരൻ മനസ്സിലാക്കി. പക്ഷേ അവിടെ വോട്ട് തിരിമറിയോ കള്ളവോട്ടോ ഒന്നുമല്ല നടന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബോധം വെച്ച് തുടങ്ങിയതിന്റെ തെളിവാണ് BJPക്ക് ലഭിക്കാൻ പോകുന്ന ഓരോ വോട്ടും. തൃശ്ശൂരിലെ ജനങ്ങൾക്കറിയാം സുരേഷ് ഗോപിയെ പോലെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ നാടിനു വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആവശ്യമെന്നുള്ളത്. അല്ലാതെ MP ഫണ്ടിൽ നിന്നും കുറച്ചധികം ഫണ്ട് ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരിപ്പിടത്തിനായി 4 കമ്പി വെക്കുന്നതിലോ അല്ല കാര്യം എന്ന് തൃശ്ശൂർ ജനതയ്ക്ക് തോന്നി തുടങ്ങിയത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പെട്ടിക്കുള്ളിൽ അതെല്ലാം വോട്ടായി വീഴാൻ പോകുന്നത്. ഇപ്പോഴും കെ മുരളീധരൻ ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. സ്വന്തം അനുജത്തി പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നത് വലിയൊരു അടി തന്നെയായിരുന്നു കെ മുരളീധരന്. അതുമാത്രമല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ BJP എത്തിയാൽ തന്റെ തോൽവി ഉറപ്പാകുമെന്ന ഭയവും കെ മുരളീധരനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. തന്റെ അച്ഛൻ കെ മുരളീധരന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മുരളി മന്ദിരം ഒരു സംഘി കേന്ദ്രമാക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു മുരളീധരൻ പറയുന്നത്. സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്ന വോട്ട് വർധനവിൽ നല്ല മനോവിഷമം നമ്മുടെ മുരളീധരൻ ചേട്ടൻ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. കാരണം BJPക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് അതേപടി ഇത്തവണയും കിട്ടുമെന്നും ആണ്. ഇതൊന്നും UDFനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുമാണ് ആശാൻ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ടുകളാണ് ഇത്തവണയും കിട്ടിയതെന്ന് മുരളീധരന് എങ്ങനെ മനസ്സിലായോ എന്തോ എന്നാണ് ആലോചിക്കുന്നത്. കവടി വല്ലതും നിരത്തിയോ എന്തോ. കാണിപ്പയ്യൂര് പോലും ഇത്രയധികം കൃത്യതയോടെ പ്രവചിക്കുമോ എന്നുള്ളത് കാര്യം സംശയമാണ്. 30,000 മുതൽ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. CPM വോട്ട് മറിച്ച് ചിലപ്പോൾ BJP 2ാം സ്ഥാനത്തെത്താനായിട്ട് സഹായിക്കുമായിരിക്കും. വോട്ട് മറിഞ്ഞു എന്നതുള്ളത് യാഥാർത്ഥ്യമാണ്. BJPയോടുള്ള CPM സമീപനമെന്നും മൃദുവാണ്. പണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അത് തുടരുന്നുവെന്നുമാണ് മുരളീധരന്റെ പ്രവചനം. എന്തായാലും കെ മുരളീധരന്റെ മോഹം വേറെയാണ്. കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയുന്നത് പോലെ ഇനി അടുത്ത 5 വർഷത്തേക്ക് താൻ മത്സരിക്കില്ല എന്ന് പറയുന്നത് മുരളീധരൻ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായും ഒരു മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെടണം എന്നതിലാണ്. എന്തായാലും കോൺഗ്രസ് അത് നൽകാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി കുപ്പായം തുന്നി പെട്ടിക്കുള്ളിൽ വെച്ചിരിക്കുന്ന സുധാകരനും സതീശനും അതിന് ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ മുരളീധരൻ ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിക്കേണ്ടി വരും. അതെന്താണെന്നായിരിക്കും. പത്മജ വേണുഗോപാൽ പോയതുപോലെ BJPയിൽ പോയി അഭയം പ്രാപിക്കും. അതാണ് വരും നാളുകളിൽ കാണാൻ പോകുന്നത്. എല്ലാം മടുത്ത് മുരളീധരൻ BJPയിലേക്ക് വരുന്ന ആ ഒരു സുവർണ നാളേക്കായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം.